ഞാൻ മനസ്സിലാക്കിയെടുത്തോളേ പോളോ GTൻ്റെ പ്രൊഡക്ഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ഇത്രയും ആരാധകർ ഈ വണ്ടിക്ക് വരാൻ കാരണം. അതുപോലെ തന്നെ എല്ലാ പോളോ ഫാൻ ബേസ് ഒന്നുമില്ല, പക്ഷേ പോളോ GT TSI ഓട്ടോമാറ്റിക്കിന് അതിനുള്ള ഫാൻ ബേസ് അത് വേറെ ലെവലാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അതിൻ്റെ ഗിയർ ബോക്സാണ് ആ വണ്ടീൻ്റെ ഹൈലൈറ്റ്. ആക്സിലേറ്ററുമ്പോൾ കാല് കൊടുത്ത വണ്ടി പറക്കും. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലല്ല ഇന്ത്യയിൽ ഇത്രയും ഫാൻ ബേസ് ഉള്ള ഈ ഒരു വോക്സ് വാഗൻ്റെ വേറൊരു മുതലുണ്ടാവില്ല. പറഞ്ഞു വരുന്നത് ഞങ്ങളുടെ ഏറ്റവും ലേറ്റസ്റ്റ് സ്റ്റോക്കായ വോക്സ് വാഗൻ പോളോ GT ആണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഇതാണ് നമ്മളെ മുതലിട്ട 2021 TSI ഓട്ടോമാറ്റിക് സെക്കൻഡ് ഓണറിൽ 65,000 കിലോമീറ്ററുടെ നല്ലൊരു വണ്ടി. കമ്പനി സർവീസിൻ്റെ ഹിസ്റ്ററി ഉണ്ട്. ഫ്രണ്ട് പ്രൊഫൈലിൽ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് നല്ലൊരു ഫാൻസി ഹെഡ് ലാമ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു ഫാൻസി നമ്പർ ഉണ്ട്. ഇതാണ് ഫ്രണ്ട് പ്രൊഫൈൽ. ഇനി സൈഡ് പ്രൊഫൈലിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ല ബോഡി ലൈനിങ്ങും കാര്യങ്ങളും ടയേഴ്സും അലോയ് വീലും ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഒരു ചെറിയൊരു കൂളിംഗ് എടുത്തുകൊണ്ട് തന്നെ വണ്ടീൻ്റെ ഭംഗി വേറെ തന്നെ കാണിക്കുന്നുണ്ട്. ഇൻറ്റീരിയറിൽ കൂടുതൽ ഒന്നും ചെയ്തിട്ടില്ല, സ്റ്റോക്ക് കണ്ടീഷൻ തന്നെയാണ്. നല്ല സീറ്റിങ്ങും കാര്യങ്ങളും ആംബ്രസ്റ്റ് ഉണ്ട്. ബാക്കിയൊക്കെ ഇങ്ങനെയായിട്ട് വരുന്നത് കാണിക്കുന്നതാണ്. സെക്കൻഡ് റോ കുഴപ്പമില്ല, മോശമില്ലാത്ത രീതിയിൽ അതും മെയിൻറ്റെയിൻ ചെയ്തു. പ്രൊഫൈലിൽ ടൈൽ ലാമ്പും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. ആഫ്റ്റർ മാർക്കറ്റ് ഭംഗി കൂട്ടിയിട്ടുണ്ട്. സ്പോയിലർ, ബാക്ക് വൈപ്പർ, ഡീഫോഗർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ സൈഡ് പ്രൊഫൈലും പെർഫെക്റ്റാണ്. ും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ പ്രത്യേക ഒരു ഭംഗിയുണ്ട് കേട്ടോ മൊത്തത്തിൽ വണ്ടിക്ക്. ഇതിന് നമ്മൾ 10,90,000 ചോദിക്കുന്നത്. ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് കൊടുക്കാൻ പറ്റും. നല്ലൊരു പ്രൊഫൈലുള്ള ഒരു കസ്റ്റമർക്ക് ആണെങ്കിൽ 9, 9.5, 10 ലക്ഷം റുപ്യേൻ്റെ ഉള്ളിൽ ലോണും കിട്ടും. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം താഴെ കാണിക്കുന്ന എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ.